ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മൈ ഫാമിലിയുടെ എപ്പിസോഡ് 4 ആണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡ് വരെ നമ്മൾ വന്ന് ഹീറോയെന്നും ഹീറോയിനെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ എപ്പിസോഡ് തൊട്ട് ഹീറോയിൻ്റെ പേര് യു എന്നും ഹീറോയിൻ്റെ പേര് സിലി എന്നാണ് ഓർക്കണേ. ഓക്കെ, നമ്മളെന്നാൽ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ലാസ്റ്റ് എപ്പിസോഡിൽ വന്നിട്ട് നമ്മുടെ യു വന്ന് എന്താണ് സിലിയെ ഹെൽപ്പ് ചെയ്യുവാണ്. നമ്മുടെ ഓയിൽമെൻറ്റ് എല്ലാം ഇട്ട് കൊടുക്കാൻ വേണ്ടി സിലിയെ ഹെൽപ്പ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യുവാണ്, ഇവർ വീട്ടിലേക്ക് നൈറ്റ് ആകുമ്പോൾ വീട്ടിൽ പോവുകയാണ്. അവിടെ വെച്ച് യു വന്ന് അവന് പറ്റുന്ന ആൾക്കാരെ എല്ലാം വിളിച്ചിട്ട് എങ്ങനെയാണ് ഇവളുടെ കമ്പനിയെ പറ്റി, നമ്മുടെ സിലിയുടെ കമ്പനിയെ പറ്റി എല്ലാം അന്വേഷിക്കുവാണ്. ആ ടൈമിൽ അവൻ അറിയുവാണ് നമ്മുടെ സിലി വർക്ക് ചെയ്യുന്ന കമ്പനി വന്ന് എന്താണ് ബാങ്ക്രപ്റ്റിയിലാണ്. മീൻസ് കടം കൊണ്ട് പെരുകിയിട്ട് നമ്മുടെ എന്താ പറയുന്നത്, ഇവൻ അന്വേഷിച്ചു കൊടുത്തോളം നമ്മുടെ സിലിയുടെ കമ്പനിയുടെ മുതലാളി വന്ന് ഇവരെ പറ്റിച്ച് പോകാനുള്ള പരിപാടിയാണ് നടക്കുന്നത്. അപ്പോൾ അത് ഹീറോ മീൻസ് നമ്മുടെ യു മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറുകയാണ്. എന്നിട്ട് യു നമ്മുടെ സിലിക്ക് മെസ്സേജ് ഇടുവാണ്. അപ്പോൾ രാത്രി ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സിലി വന്ന് അവിടെയെല്ലാം വീടെല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഈ മെസ്സേജ് കാണുന്ന സമയത്ത് സിലി വന്ന് എടുത്തു നോക്കുന്ന സമയത്ത് അവൾ സ്വയം ആലോചിക്കുക, ഈ നേരത്തെ എന്താ ഇയാൾ മെസ്സേജ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത് യു പറയുവാണ്, അല്ല ഒന്നുമല്ല, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി മെസ്സേജ് ഇട്ടാന്ന് പറയുമ്പോൾ സിലി പറയും എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ ആണെന്ന് പറയുമ്പോൾ നമ്മുടെ യു പറയുവാണ് നാളെ നീ എന്തുമായാലും കമ്പനിക്ക് വരണം, എനിക്ക് കുറച്ച് അർജൻറ്റായിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രൊജക്റ്റിനെ പറ്റി നിന്നിട്ട് സംസാരിക്കാനുള്ളതും. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുവാണ് നമ്മുടെ നമ്മുടെ സിലി വന്ന് നമ്മുടെ യുവിൻ്റെ അടുത്ത് സംസാരിച്ച് വെക്കുന്ന സമയത്ത് ആര് കയറി വരികയാണ്, ടീച്ചർ അങ്ങോട്ട് കയറി വരികയാണ്. ടീച്ചർ കയറി വരുന്ന സമയത്ത് ടീച്ചർ ഭയങ്കര സങ്കടത്തിലാട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറുടെ വീട്ടിലുള്ളവരൊക്കെ ടീച്ചറിനെ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ടീച്ചർക്ക് കല്യാണം കഴിക്കണം യാതൊരു ആഗ്രഹവുമില്ല. അതുകൊണ്ട് സിലിയുടെ അടുത്ത് ടീച്ചർ പറയുവാണ്, എന്താണ് എനിക്ക് വന്ന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, നാളെ ആണെങ്കിൽ ഒരു ബ്ലൈൻഡ് നൈറ്റിനെ എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്, അവിടെ ഞാൻ പോകത്തില്ല, എനിക്ക് പകരം നീ പോകുമെന്ന് സിലിയുടെ അടുത്ത് ചോദിക്കണം. അപ്പോൾ ഫ്രണ്ട് ഒരു കാര്യം ചോദിച്ചാൽ സിലി പിന്നെ നോ പറയത്തില്ലല്ലോ. അപ്പോൾ അവൾ ഒരുമാതിരി ഇച്ചിരി പറയുന്ന ഒരു ഭൂതക്കണ്ണാടി എല്ലാം വെച്ചിട്ട് ബ്ലൈൻഡ് നൈറ്റ് പോവാണ്. ബ്ലൈൻഡ് നൈറ്റ് പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുന്നത് വന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലിയുടെ സീനിയറാണ്. ഓക്കെ, അവൾ പഠിച്ച സ്കൂളിൽ വന്ന് അവളുടെ സീനിയർ ആയിരുന്ന ഒരു പയ്യനാണ് അവിടെ ബ്ലൈൻഡ് നൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എടുത്തുകൊണ്ട് ആ ചെറുക്കൻ വന്ന് സിലിയുടെ അടുത്ത് പറയുകയാണ്, നീ ഇങ്ങനെ ആൾമാറാട്ടം കാണിച്ച് എന്നെ പറ്റിക്കൊന്നും വേണ്ട, ഞാൻ ഓൾറെഡി പെണ്ണിൻ്റെ ഫോട്ടോ കണ്ടായിരുന്നു, മാത്രമല്ല ഞാൻ ശരിക്കും വന്നത് ഞാനല്ല ശരിക്കുള്ള പയ്യൻ, വേറൊരു ചെറുക്കൻ, എൻ്റെ ഫ്രണ്ടാണ്, അവന് പകരമാണ് ഞാൻ വന്നേക്കുന്നത് സിലിയുടെ അടുത്ത് പറയാം. അപ്പോൾ സിലി ഇച്ചിരി ഹാപ്പി ആയി കേട്ടോ. എന്നിട്ട് അവളുടെ ഹെയർ ബാൻഡും അതുപോലെ ഗ്ലാസ് എല്ലാം മാറ്റി നോർമലായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ പഴയ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എല്ലാം സംസാരിക്കുന്ന സമയത്താണ് നമ്മുടെ യു അങ്ങോട്ട് വരുന്നത്. യു ഒരു കമ്പനി മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ആ റെസ്റ്റോറൻറ്റിൽ വരുന്നത്. മീറ്റിംഗ് എല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഹീറോയിൻ നമ്മുടെ സിലിനെ അവിടെ വെച്ചിട്ട് യു കാണുവാണ്. അപ്പോൾ ബാക്കിയുള്ളവരെ പറഞ്ഞു വിട്ട് എനിക്ക് അർജൻറ്റായിട്ട് ഒരാളെ കാണാനുണ്ടെന്നും പറഞ്ഞിട്ട് യു വന്ന് നമ്മുടെ സിലി ഇരിക്കുന്ന ചെയറിൻ്റെ ബാക്കിൽ വന്നിട്ടാണ് നമ്മുടെ യു ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്നിട്ട് യു വന്ന് സിലി എന്താണ് സംസാരിക്കുന്നതെന്ന് കേട്ടോണ്ടിരിക്കുക. ആ സമയത്ത് ഈ ചെറുക്കൻ വന്ന് ഈ ബ്ലൈൻഡ് നൈറ്റിന് വന്നില്ലേ കൂട്ടുകാരൻ്റെ ഒരു ഫ്രണ്ട്, അവൻ വന്ന് സിലിയുടെ അടുത്ത് ചോദിക്കുവാണ്, നമുക്ക് കല്യാണം കഴിച്ചാലോ, എനിക്ക് എന്തായാലും മാരേജ് ആയാലും കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കണം. അപ്പോൾ നമ്മുടെ സിലി പറഞ്ഞു, എനിക്ക് ഓൾറെഡി 5 വയസ്സുള്ളൊരു കൊച്ചുണ്ട്, അതുകൊണ്ട് വേണ്ട, എനിക്ക് പാർട്ട്ണറൊന്നും ഇല്ല എന്നുള്ള കാര്യമൊക്കെ പറയണം. അപ്പോൾ ഈ ചെറുക്കൻ പറയണം, കുഴപ്പമില്ല, നമുക്ക് സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ മുന്നോട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ യുവിന് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. അവൻ വേഗം തിരിഞ്ഞിട്ട് പറയും, നീ എന്തുവാണ് ഇതുവരെ കൊച്ചുങ്ങളൊന്നും വിളിക്കാൻ പോയില്ലയോ എന്ന് നമ്മുടെ സിലിയുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ സിലി കിളി പോയ പോലെ നിൽക്കുക, കാരണം ഇവൻ എന്തുവാ ഈ പറയുന്നേ, നമ്മുടെ യു എന്തോ പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, നമ്മൾ നല്ല പല പിണക്കും കാണും, അതും പറഞ്ഞ് കൊച്ചുങ്ങൾ കിൻഡർഗാർട്ടൻ വിളിക്കാതിരിക്കാനൊക്കെ ഇത് കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് സിലി ഒരുമാതിരി കിളി പോയ പോലെ നിൽക്കുക. എന്നിട്ട് അപ്പോൾ അത് മാത്രമല്ല എന്നിട്ട് യു വന്നിട്ട് പറയുകയാണ്, ഓൾറെഡി ഇവളിപ്പോൾ പ്രഗ്നൻ്റ്, സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കണം, ഇപ്പോൾ ഇങ്ങനെ ഓരോ ചട്ടമ്പിതരം കാണിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് സിലി ഒരുമാതിരി ആക്കിയിട്ട് അവിടുന്ന് വിളിച്ചുകൊണ്ട് പോകണം. എന്നിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് സിലി വന്ന് യുവിൻ്റെ അടുത്ത് ചൂടാവും, നീ എന്തൊക്കെയാണ് അവിടെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് കൊച്ചുണ്ടെന്ന് എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയണം. അപ്പോൾ എടുത്തോണ്ട് യു ചൂടായി തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ എന്നെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചപ്പോഴായിരുന്നു എനിക്ക് പാട്, അവനെ കല്യാണം കഴിക്കുന്ന എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് യുവും ചൂടാവുകയാണ്. അപ്പോൾ നമ്മുടെ യു പറയുകയാണ്, നീ ഇന്ന് എൻ്റെ കൂടെ ഡിന്നറിന് വന്നേ പറ്റുമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സിലി പറയണം, എന്നാൽ ശരി ഞാനൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ട് അവിടെ വന്ന് നീ ആദ്യം ഫുഡ് കഴിക്കുക, എന്ത് പറയാൻ എന്നിട്ട് ഇവർ പോകുന്നൊരു റെസ്റ്റോറൻറ്റ് കാണും, അതാണെങ്കിൽ ഒരു കൂതർ റെസ്റ്റോറൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുന്നത്, അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഈ കായൽമീൻ പോലത്തെ ഐറ്റംസ് ആണ് അവർക്ക് സെർവ് ചെയ്യുന്നത്, കടലിൽ നിന്ന് എടുക്കുന്നില്ല. നമ്മുടെ യു വന്ന് കൂടുതലും അവന് സീ ഫുഡാണ് ഇഷ്ടം.
അല്ലാതെ കായലിൽ നിന്ന് പിടിച്ചൊന്നും കഴിക്കത്തില്ല. കാരണം അവൻ ഇച്ചിരി ഹൈ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് അവൻ അങ്ങനത്തെ ഫുഡൊന്നും കഴിച്ച് ശീലമില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഇതെല്ലാം വെച്ച് കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇവനങ്ങ് എന്താ പറയുന്നത്, വൊമിറ്റ് ചെയ്യാൻ വന്നിട്ട് വയ്യ. അപ്പോൾ ഹീറോയിൻ അപ്പോൾ സിലി എടുത്തുകൊണ്ടേ നമ്മുടെ യുവിൻ്റെ അടുത്ത് പറയുവാണ്, അല്ല നീയല്ലേ പറഞ്ഞ് എൻ്റെ കൂടെ ജീവിക്കണം, എന്നിട്ട് നിനക്ക് ഞാൻ കഴിക്കുന്ന ഫുഡ് പോലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ നിനക്ക് വയ്യല്ലോ, പിന്നെ നീ എങ്ങനെ എൻ്റെ കൂടെ ജീവിക്കുമെന്ന് പറയാം. അപ്പോൾ എടുത്തോണ്ട് യു പറയാം, അങ്ങനെയാണോ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് യു വന്ന് കഷ്ടപ്പെട്ട് ഛർദ്ദിക്കാൻ വന്നാൽ അവിടെയുള്ള ഫുഡ് മൊത്തം ഒറ്റയ്ക്കിരുന്ന് കഴിക്കുക. എന്ന് ചോദിക്കുകയാണ്, ഇപ്പം ഞാൻ ഇത്രയും ഫുഡ് ഫുള്ള് ഞാൻ കഴിച്ചേ, ഇനി എന്നെ കല്യാണം കഴിക്കാൻ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എടുത്തോണ്ട് സിലി പറയാം, അതിന് ഫുഡ് കഴിച്ചാൽ കല്യാണം കഴിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരിടുന്ന് പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ യു പറഞ്ഞ പോലെ തന്നെ സിലി എവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ യുവിൻ്റെ കമ്പനിയെ വന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ യു വന്ന് അവൻ്റെ സെക്രട്ടറിനെ ഏൽപ്പിച്ചിട്ട് പോവാണ്. നമ്മൾ സിലിയുടെ അടുത്ത് എല്ലാ കാര്യം വിശദമായിട്ട് പറയണം, പറയാതിരിക്കില്ല, എല്ലാം വിശദമായിട്ട് പറയണമെന്ന്. എന്തോ കാര്യം ഇപ്പോൾ കാണിക്കുന്നില്ല, ഇനി വൈകാതെ കാണിക്കും. എന്നിട്ട് സെക്രട്ടറി നേരെ വന്ന് നമ്മുടെ സിലിയുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ പ്രൊജക്റ്റ് ആ കമ്പനിക്ക് ആര് കൊടുക്കത്തില്ല, നമ്മുടെ യു കൊടുക്കത്തില്ല, കാരണം അതിന് ഇച്ചിരി പ്രശ്നങ്ങൾ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ പാവം സിലി കേട്ടോ, ഇതിന് വേണ്ടിയല്ലേ ഇത്രയും കാലം ഇത്രയെല്ലാം ചെയ്ത് കൂട്ടിയത്. ലാസ്റ്റ് ഇതൊന്നും അല്ലെന്നായപ്പോൾ അവൾ ഭയങ്കര സങ്കടമായിട്ട് നമ്മുടെ എന്താ പറയുന്നത് സെക്രട്ടറി ബാക്കി എന്താ പറയുന്നത് പോലും കേൾക്കാതെ നമ്മുടെ സിലി അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞിട്ട് സിലി വന്ന് വാഷ്റൂമിൽ ചെന്നിട്ട് അവൾക്ക് കരച്ചിൽ വരുന്നു കേട്ടോ. അവൾക്ക് കരച്ചിൽ അടക്കി പിടിക്കാൻ പറ്റുന്നില്ല. അവൾ ഇങ്ങനെ ഫേസ് കഴുകുന്ന സമയത്ത് അവിടേക്ക് സൊങ്ങ് കയറി വരുവാണ്. സൊങ്ങ് കയറി വന്നിട്ട് പറയുകയാണ്, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ എന്താ നമ്മുടെ യുവിനെ പറ്റി വിചാരിച്ചത്, അവൻ എന്താ നിൻ്റെ കമ്പനിയായിട്ട് മാത്രമാണോ ഡീലിങ്സ് വെക്കുന്നത്, അവൻ ഒന്നിൽ കൂടുതൽ കമ്പനീസായിട്ട് ഡീലിങ്സ് വയ്ക്കുക, അതിൽ ഏതാണോ ബെറ്റർ അത് മാത്രമേ അവൻ എടുക്കൂ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നിൻ്റെ കമ്പനി അവൻ എടുക്കത്തില്ലെന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിന് നമ്മുടെ സിലിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും സിലി അത് പുറത്ത് കാണിക്കാതെ അവൾ പുറത്ത് പോയി കരഞ്ഞിട്ട് നേരെ അവൾക്ക് ദേഷ്യം വരുന്നു. അവൾ നമ്മുടെ യുവിനെ കാണാൻ പോകണം. യു ആണെങ്കിൽ അവിടെ വേറൊരു അസിസ്റ്റൻ്റ് അടുത്ത് ഒരു അസിസ്റ്റൻ്റ് ലേഡി ഉണ്ട്, അവളുടെ അടുത്ത് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റായി നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ എന്താ പറയുന്നത് സിലി വന്നിട്ട് യുവിൻ്റെ അടുത്ത് ചൂടാവുകയാണ്, നിങ്ങൾക്ക് ആദ്യം ഈ ഒരു പ്രൊജക്റ്റ് താല്പര്യമില്ലെങ്കിൽ അത് അപ്പോഴേ പറഞ്ഞാൽ പോരായിരുന്നോ, എന്നെ ഇത്രയും കിടന്ന് ഒരുമാതിരി കുരങ്ങ് വേഷം കെട്ടി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, എൻ്റെ ഇത്രയും ടൈം കളഞ്ഞു, നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ ഒന്നിൻ്റെയും വില മനസ്സിലാവത്തില്ലെന്നും പറഞ്ഞിട്ട് നമ്മുടെ യുവിൻ്റെ അടുത്ത് അവൾ കുറേ എന്താ പറയുന്നത് കുറേ പൊട്ടി തെറിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. ഇവൾ പോയ ഉടനെ തന്നെ ആര് വരികയാണ്, സോങ് വരികയാണ്. അപ്പോൾ സോങ്ങിൻ്റെ സംസാരവും കാര്യങ്ങളും അതുപോലെ തന്നെ സോങ് പറയുകയാണ്, നിങ്ങൾ എന്നെ വേണം താങ്ക് യു പറയാനൊക്കെ പറയുമ്പോൾ നമ്മുടെ യുക്ക് കാര്യം മനസ്സിലാവും, ഈ സോങ്ങാണ് ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് എന്താണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇത് നമ്മുടെ യു ആണെങ്കിൽ നമ്മുടെ സിലിനെ കൺവിൻസ് ചെയ്യാമെന്നും പറഞ്ഞ് പോകുന്ന സമയത്ത് അവൻ്റെ സെക്രട്ടറി വന്നിട്ട് പറയും, നമുക്ക് അർജൻറ്റായിട്ട് ഒരാളെ കാണാനുണ്ട്, ഈ മീറ്റിംഗ് മാറ്റി വെക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ യുവിനെ നമ്മുടെ സിലിനെ കാണാൻ പറ്റാതെ അവൻ നേരെ ആ മീറ്റിങ്ങിന് പോവാണ്. ഇതേ സമയം നമ്മൾ കിൻഡർ ഗാർഡനിൽ കാണിക്കുവാണ്, അവിടെ ക്ലാസ്സൊക്കെ വിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ടീച്ചർ വന്ന് കുഞ്ഞിപ്പെണ്ണിനെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുവാണ്, ലാസ്റ്റ് സാറ്റർഡേ എന്തുവാണ് എൻ്റെ കൂടെ റൂമിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അത് ഇവിടുത്തെ ടീച്ചറാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു അനൗൺസ്മെൻറ്റ്. വേറെ ആരുമില്ല, നമ്മുടെ സെക്കൻഡ് ഹീറോ ആണ് ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ടീച്ചർ ഓടി വരിക, കാരണം അവളുടെ വണ്ടി ഇല്ലായിരുന്നു, ബൈക്ക്, അതിൻ്റെ ചാവി അവിടെ വെച്ച് അവൾ മറന്നു വെച്ചായിരുന്നു. അത് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ കിടന്നിട്ട്, കിൻഡർ ഗാർഡൻ്റെ മുന്നേ കിടന്ന് അനൗൺസ് ചെയ്യുക. ഇവൾ ഓടി വന്ന് അവൻ്റെ അടുത്ത് ചൂടാവണം, നീ എന്ത് വൃത്തികേടായി കാണിക്കുന്നത്, പിള്ളേരൊക്കെ പഠിക്കുന്നിടത്ത് വന്ന് ഇങ്ങനെയൊക്കെയാണ് വിളിച്ച് പറയുന്നതൊക്കെ പറഞ്ഞിട്ട് ചൂടാവാണ്. അപ്പോൾ അവൻ പറയണം, പിന്നെ നിനക്ക് നിൻ്റെ ചാവി ഉണ്ട്, അത് തരാനാണ് ഞാൻ വന്നേ, ചിലപ്പോൾ ഇതിച്ചിരി റൂഡായിട്ടുള്ള രീതി ആയിരിക്കാം, പക്ഷേ എങ്കിലും ഞാൻ ചാവി തന്നില്ലയോ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാക്കി പോകുന്ന സമയത്ത് നമ്മുടെ ടീച്ചർ ചോദിക്കും, അന്ന് അതിനൊന്നും ഇല്ലായിരുന്നല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഈ സെക്കൻഡ് ഹീറോ പറയും, നീ അന്ന് ഡാൻസ് ഒക്കെ കളിച്ചു, എന്തൊരു ക്യൂട്ടായിരുന്നു, പിന്നെ നീയേ എൻ്റെ അടുത്ത് പറയാതെ ഇറങ്ങി എന്നെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് ടീച്ചർ ഇവൻ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കാതെ ടീച്ചർ വേഗം അങ്ങ് പോവാണ്. ഹീറോ നമ്മുടെ യുവിനാണെങ്കിൽ സിലീനെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ എങ്ങനെ കൺവിൻസ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ കിടന്ന് കുറേ ബുക്കങ്ങ് വായിക്കുക കേട്ടോ. ബുക്കൊക്കെ ഇങ്ങനെ കുറേ ഇരുന്ന് വായിക്കുക. ആ ടൈമിൽ നമ്മുടെ സെക്കൻഡ് ഹീറോ കയറി വരും. അത് കാണുമ്പോൾ അവൻ ബുക്ക് നേരെ ബാക്കിലിട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടെ ഇരിക്കുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ സിലിക്ക് വന്ന് എന്താണ് ഈ ഒരു പ്രൊജക്റ്റ് കിട്ടിയേ വരത്തുള്ളൂ. കാരണം ഈ പൈസ ഉണ്ടെങ്കിൽ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ പറഞ്ഞില്ല ഒരു അസുഖം ഉണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണിന്, അത് ട്രീറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. മാത്രമല്ല കിൻഡർ ഗാർഡനിലെ ഫീസും അടയ്ക്കണം കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അവൾ അതിന് വേണ്ടി വേറൊരു കമ്പനി സിഇഒയെ കണ്ടിട്ട് മീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ആ സിഇഒ വന്ന് ഇവളുടെ അടുത്ത് ഡ്രിങ്ക്സ് എടുക്കാൻ വേണ്ടി ഇവളെ കമ്പനി ചെയ്യുന്ന സമയത്ത് ഇവൾ ആദ്യം വേണ്ടെന്ന് പറയും. പക്ഷേ ഇവൾക്ക് ഈ പ്രൊജക്റ്റ് കിട്ടിയല്ലേ പറ്റും. അതുകൊണ്ട് അവർ കുറേ നിർബന്ധിക്കുമ്പോൾ ഇവൾക്കത് സെറ്റ് ആവത്തില്ലെങ്കിൽ പോലും അവൾക്കത് സെറ്റ് ആവത്തില്ല ഡ്രിങ്ക്സ്. എങ്കിൽ പോലും അവൾ കഷ്ടപ്പെട്ട് കുടിക്കുവാണ്. കുടിച്ച് കഴിഞ്ഞിട്ട് ഇവൾക്ക് അങ്ങ് വോമിറ്റിംഗ് വന്നിട്ട് ഇവൾ വാഷ്റൂമിൽ വോമിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിലിയെ അവളുടെ ഒരു അഡ്രസ്സും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ യു വന്ന് വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് ഇവരുടെ അടുത്ത് കുറച്ച് സെർവൻസ് ഉണ്ട്, അവരാ. അപ്പോൾ ഇതിന്ന് ഏകദേശം അഡ്രസ്സും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ യു അവിടെ നിന്ന് വേഗം തന്നെ കാർ എടുത്തുകൊണ്ട് വരികയാണ്. ഇതേ സമയം ഇവള് വോമിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നോർമലായി വരുമ്പോൾ ഇവള് ഇച്ചിരി ഒരുമാതിരി മത്ത് പിടിച്ച പോലെ വരുന്നത്. ആ സമയത്ത് ആ
ഇപ്പോൾ പറഞ്ഞൊരു കമ്പനിയിൽ ആ കമ്പനിയിൽ CEO അവളത് തെറ്റായിട്ട് പെരുമാറാൻ നോക്കുക. അവളിങ്ങനെ പിടിച്ചു മാറ്റാൻ നോക്കിയിട്ട് നടക്കുന്നൊന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോ വന്നിട്ട് നമ്മുടെ ഹീറോയിനെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.